ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ആവശ്യത്തിന് ഉപ്പും, 1/4 ടീസ്പൂൺ ഗരം മസാലയും, 1 സ്പൂൺ തൈരും, ആവശ്യത്തിന് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീരും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്ത് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച് നമ്മുടെ ചിക്കൻ നമുക്കിതിലോട്ട് ചേർത്ത് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടി ക്യാപ്സിക്കം 2 കളർ എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കുരുകുര അരിഞ്ഞെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് പച്ചമുളകും. ഞാനിവിടെ റൈസ് വേവിച്ച് ഒന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്തൊരു കടായി വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ബാക്കി വെജിറ്റബിൾസ് എല്ലാം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വയ്ക്കേണ്ട, ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുക. സോയ സോസ് പൊട്ടിച്ചെടുക്കുക താമസിച്ചു. സോയ സോസും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനല്ല ഇളക്കുന്നത്, ഇത് മോൻ്റെ കൈയാണ് കേട്ടോ. അവനാണ് സോസൊക്കെ ഒഴുകി എൻ്റെ അടുത്ത് ബഹളം വെച്ചുകൊണ്ട് നിന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കൊടുത്തു. നമ്മുടെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓയിലും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സ്പൈസി ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിന് നമ്മൾ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി തന്നെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിക്കാനില്ല, ഒന്ന് ഇതാക്കിയെടുക്കാം. ഉപ്പ് നോക്കാൻ അടുത്ത് നിൽക്കുന്ന ആളിന് കൊടുക്കുന്നു. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൈസ് ഇങ്ങനെ രാവിലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് റൈസ് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ്. നല്ല ഒത്തിരി എരിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ്. ഒരു ശകലം സോയ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കോരിയെടുക്കാം. രാവിലെ വെച്ച മട്ടൻ കറിയാണ്. നമുക്ക് മട്ടൻ കറിയും കൂടി എടുക്കാം.
ഫ്രൈഡ് റൈസും മട്ടൻ കറിയും നല്ലൊരു കോമ്പിനേഷൻ. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഉച്ചത്തെ ഊണ് കഴിക്കാം. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്.